പ്രിയമുള്ളവരെ, വചനജ്വാല 1309 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 1 ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാം ഇന്ന് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ മാസം നൽകിയ ചെറുതും വലുതുമായ ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രതിനന്ദി പ്രകാശിപ്പിക്കാം. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് കാഴ്ചവെക്കാം. ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 77 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. വഴി നടത്തുന്ന ദൈവം. ഗായകസംഘ നേതാവിന് യദൂതൻ രാഗത്തിൽ ആസാഫിൻ്റെ സങ്കീർത്തനം. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങൾ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈ വിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണു ചിന്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാകാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു. കർത്താവ് എന്നെ എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് ഇനി പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. നമ്മളിന്ന് വലിയ നോമ്പ് 30-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഹ്യൂഗിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഒരു സൈനികോദ്യോഗസ്ഥനായ ഓഡിലോയുടെ പുത്രനായി ഫ്രാൻസിൽ വലൻസ് എന്ന പ്രദേശത്ത് വിശുദ്ധരായ മാതാപിതാക്കന്മാരിൽ നിന്നും 1053 ഹ്യൂഗ് ജനിച്ചു. പിതാവ് സൈന്യത്തിൽ നിന്നും പോന്ന ശേഷം അദ്ദേഹം മകൻ്റെ ഉപദേശപ്രകാരം കർത്തൂസിയൻ സഭയിൽ പ്രവേശിച്ച് ഏതാണ്ട് 100 വയസ്സുവരെ ജീവിക്കുകയുണ്ടായി. അമ്മ സ്വഭവനത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലും ജീവിച്ചു മകൻ്റെ ശുശ്രൂഷകൾ സ്വീകരിച്ചാണ് ദിവംഗതയായത്. പണ്ഡിതനും സുന്ദരനും വിനയശാലിയും ദൈവഭക്തനുമായിരുന്നു ഹ്യൂഗ്. പേപ്പൽ പ്രതിനിധിയുടെ ശ്രദ്ധ ആകർഷിച്ചു. താമസിയാതെ അദ്ദേഹം ഗ്രനോബോളിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുകയും 7-ാം ഗ്രിഗോറിയസ് മാർപ്പാപ്പ റോമിൽ വെച്ച് അദ്ദേഹത്തെ അഭിഷേചിക്കുകയും ചെയ്തു. റോമിൽ സ്വന്തം രൂപതയിൽ തിരിച്ചെത്തിയപ്പോൾ അജഗണം അസാൻമാർഗികതയിൽ അമർന്നിരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അവർക്ക് കൂദാശ സ്വീകരണത്തിന് വേണ്ട താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല, വേണ്ട
യോഗ്യത കൂടാതെ പലരും കൂദാശകൾ സ്വീകരിച്ചിരുന്നു. ഉപവാസവും ജാഗരണവും അനുഷ്ഠിച്ച് ദൈവകൃപയ്ക്കായി അദ്ദേഹം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രൂപതയുടെ മുഖച്ഛായ മാറി. പ്രശസ്തിയെ ഭയന്ന് അദ്ദേഹം മെത്രാൻ സ്ഥാനം രഹസ്യമായി രാജിവെച്ച് ഒവേണിലെ ബെനഡിക്റ്റൻ നൊവേഷ്യേറ്റിൽ പ്രവേശിച്ചു. അവിടെ സകലർക്കും ഈ സന്യാസി ഉത്തമ മാതൃകയായിരുന്നു. ഗ്രിഗോറിയോസ് മാർപ്പാപ്പ ഇതറിഞ്ഞപ്പോൾ ഉടനടി രൂപതാഭരണം ഏറ്റെടുക്കാൻ ആജ്ഞാപിച്ചു. വീണ്ടും അദ്ദേഹം ഭരണമേറ്റെടുത്തു. അദ്ദേഹമാണ് വിശുദ്ധ ബ്രൂണോയ്ക്ക് കർത്തൂസിയൻ സഭാസ്ഥാപനത്തിലുള്ള സ്ഥലം കൊടുത്തത്. വേദപുസ്തകം വായിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും കുമ്പസാരം കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചിരുന്നു. പാപം ചെയ്യാത്ത അങ്ങ് ഞങ്ങളെപ്പോലെ എന്തിന് കരയുന്നുവെന്ന് ഒരു അനുതാപി ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, മായാസ്തുതിയും അമിത സ്നേഹവും മതിയല്ലോ ഒരാൾ നശിക്കാൻ. ദൈവകാരുണ്യത്തിൽ മാത്രമാണ് നാം രക്ഷപ്പെടുക. ആകയാൽ അതിന് നാം അഭ്യർത്ഥിക്കാതിരിക്കാമോ? ദീർഘമായ ഒരു രോഗം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഒന്നുകൂടി പവിത്രീകരിച്ചു. വാർദ്ധക്യത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയെങ്കിലും സങ്കീർത്തനങ്ങളും സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും ചൊല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അവ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് 1132 ഏപ്രിൽ 1 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ കേവലം 2 വർഷത്തിന് ശേഷം 1134 ഏപ്രിൽ 22 ഇന്നസെൻ്റ് രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഈ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ളതും കരയാനും പ്രായശ്ചിത്തം ചെയ്യാനും വേണ്ടിയാണ്, അലസ സംഭാഷണങ്ങൾക്കു വേണ്ടിയല്ല. പ്രിയരെ, വിശുദ്ധ ഹ്യൂഗിനെ പോലെ, മെത്രാനായ വിശുദ്ധ ഹ്യൂഗിനെ പോലെ നമ്മുടെ ജീവിതം കരയാനും പ്രായശ്ചിത്ത പ്രവൃത്തികൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.